മുഅ്മിനീങ്ങൾക്കതൊക്കെ യസീറായിരിക്കും. അതേ അവസരത്തിൽ ഗൈറു യസീറായിരിക്കും. ആർക്ക്? അലൽ കാഫിരീൻ ഗൈറു യസീർ. കാഫറുകൾക്കത് വല്ലാത്ത പ്രയാസകരം തന്നെയായിരിക്കും വിചാരണ. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. വിചാരണ എന്ന് പറയുന്നത് നല്ല മടിക്കാനുള്ള ആളുകൾക്ക് നല്ല പേടിക്കണം. ഒന്നുമില്ലാതെ വെറും 7 കിലോൻ്റെ സൂട്ട് കേസ് നമ്മളെ ഡ്രസ്സും തുണിയും കൊണ്ട് എയർപോർട്ടിൽ പോയി ഇറങ്ങിയ ഗ്രീൻ ചാനലിലാണ് പോവുക. ലഗേജും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ഇങ്ങനെ നെഞ്ച് പിടിക്കാൻ തുടങ്ങും. ഓരോരുത്തരെ മാറ്റി നിർത്തണവരെ പെട്ടി അയക്കണം, ഇതാക്കണം ചോദ്യം ചെയ്യണം, ഉള്ളിൽ കൊണ്ടുപോകണം. ബേജാറ് കൊടുക്കുന്നില്ലേ നമുക്ക്? ഒന്നുമില്ലെങ്കിൽ തന്നെ ബേജാറ്. ഇത് ഇവിടുത്തെ കസ്റ്റംസാണ്. സുബ്ഹാനല്ലാഹ്. ഓരോ സമയം നാട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സിനെ നമ്മളെ വല്ലാതെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യമാണ്. ദുനിയാവിൽ നിസ്സാരമായ സ്ഥലത്തു നിന്നും കഴിഞ്ഞ് കടന്നു പോകാൻ മനുഷ്യന്മാരിങ്ങനെ ബേജാറായിട്ട് നോക്കി നിൽക്കുകയാണ്. ഹിസാബ് കണക്ക് എത്രത്തോളം ഇവിടെ ഉണ്ടോ, ഇവിടെ എത്രത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ടോ അത്രയും അവിടെ കണക്ക് പറയേണ്ടി വരും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഫുഖറാഉ ഉമ്മത്തി, എൻ്റെ ഉമ്മത്തിലെ ഫഖീറന്മാർ, എൻ്റെ ഉമ്മത്തിലെ ഫഖീറുകൾ, ദരിദ്രന്മാർ, യസ്ബിഖൂന ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് അവർ കുതിക്കും മുമ്പേ, ഖബലൽ അഗ്നിയ, സമ്പന്നരുടേക്കാൾ 500 വർഷം മുമ്പ്. ആര് സ്വർഗത്തിലേക്ക് പോയും? ദരിദ്രന്മാർ പോകും. അങ്ങനെ ഒരു അധികം കണക്ക് പറയല്ല. കാരണം ചോദ്യങ്ങളിൽപ്പെട്ട ഒരു ചോദ്യം എന്താണ്? വഅൻ മാലിഹി, ധനത്തെക്കുറിച്ച് ചോദിക്കപ്പെടും. മിൻ അയ്ന ഇക്തസബ്തഹു, എവിടുന്നാണ് നീ ഇത് സമ്പാദിച്ചത്? വഫീമ അൻഫഖ്തഹു, ഏതിലേക്കാണ് നീ ചെലവഴിച്ചത്? ആ കണക്കൊന്നും പറയില്ലാത്തവൻ ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ലേ? അപ്പൊ നല്ലോണം ഇവിടെ ഉണ്ട്. അതാ എല്ലാ നബിമാരും നഫ്സി എന്ന് പറഞ്ഞു നിൽക്കുമെന്ന് പറയുന്നത്. നബിമാര് നഫ്സി. അപ്പൊ അത്രയും ബേജാറ് തന്നെയാണ്. ആ ഹിസാബിനെ ഓർത്തുകൊണ്ടാണ് മനുഷ്യന്മാർ ജീവിക്കേണ്ടത്. പക്ഷേ ജനങ്ങൾ ആ ഹിസാബിനെ കുറിച്ച് അശ്രദ്ധരാണ്. സൂറത്തുൽ അംബിയാഇന്റെ തുടക്കത്തിൽ തന്നെ അല്ലാഹു പറയുന്നത് എന്താ? ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ. ഹിസാബ്, ജനങ്ങൾക്കുള്ള ഹിസാബ് വളരെ അടുത്തെത്തിയിട്ടുണ്ടല്ലോ, എന്നിട്ടും അവരതാ ആ ഹിസാബിനെ കുറിച്ച് അവർ അശ്രദ്ധയിൽ തന്നെയാണ്. ഞാനൊന്ന് ചിന്തിക്കുന്നേയില്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളെ, കുറ്റവാളികളെ വേറിട്ട് നിർത്തി അവർ ഫഹും യൂസഊൻ, അവരവിടെ തടഞ്ഞു വെക്കപ്പെടും, തടഞ്ഞു വെച്ച് നിയന്ത്രിക്കപ്പെടും. എന്നിട്ടോ ഹത്താ ഇദാ ജാഊ, അങ്ങനെ അവർ വന്നെത്തിക്കഴിഞ്ഞാൽ, റബ്ബിന്റെ വിചാരണയുടെ സ്ഥലത്തേക്ക് അവരങ്ങ് എത്തിക്കഴിഞ്ഞാൽ, അവരവിടെ നിർത്തപ്പെടുകയാണ് റബ്ബിന്റെ മുമ്പിൽ. ഹത്താ ഇദാ ജാഊ, അങ്ങനെ അവർ അവിടെ വന്നെത്തിക്കഴിഞ്ഞാൽ, ഖാല, റബ്ബ് പറയും, അകദ്ദബ്തും ബി ആയാതി, എൻ്റെ ആയത്തുകളെ നിങ്ങൾ കളവാക്കിയല്ലേ, എൻ്റെ ആയത്തുകളെ നിങ്ങൾ കളവാക്കിയല്ലേ. അകദ്ദബ്തും, നിങ്ങൾ കളവാക്കിയല്ലേ, ബി ആയാതി, എൻ്റെ ആയത്തുകളെ. മാത്രമല്ല, വലം തുഹീതു ബിഹാ, നിങ്ങൾ അതിനെക്കുറിച്ച് സൂക്ഷ്മമാക്കിയതുമില്ല. ഇൽമൻ, അറിവ്. എൻ്റെ ആയത്തുകളെ കുറിച്ച് നിങ്ങൾ അവിടെ ഇവിടെയൊക്കെ ചിലത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും സൂക്ഷ്മമായി നിങ്ങൾ എൻ്റെ ആയത്തിനെ മനസ്സിലാക്കാതെ പോയില്ലേ. ഈ ആയത്ത് ഇങ്ങനെ ആവർത്തിച്ച് ഇങ്ങനെ ഓതിക്കോളി. നമ്മളോടാണ് ആ പറയുന്നത്. ഇത് പരലോകത്തുള്ള ചോദ്യമാണ്. അകദ്ദബ്തും ബി ആയാതി, ഒരു ചോദ്യം. എൻ്റെ ആയത്ത് നീ കളവാക്കിയല്ലേ. അടുത്ത ചോദ്യം, അല്ല ഞാൻ ആയത്തൊക്കെ പഠിച്ചിരുന്നു, ആയത്തൊക്കെ പാരായണം ചെയ്തിരുന്നു. വലം തുഹീതു ബിഹാ ഇൽമാ, അതിനെക്കുറിച്ച് സൂക്ഷ്മമായി നീ മനസ്സിലാക്കിയിട്ടില്ലല്ലോ. അത് പഠിച്ചില്ല, അത് മനസ്സിലാക്കിയില്ല. എന്താ ഇസ്ലാമിന്റെ അഖീദ, എന്താ ഈമാൻ കാര്യങ്ങൾ, എന്താണ് ഈമാനികമായ കാര്യങ്ങൾ, സൂക്ഷ്മമായി അറിയേണ്ട പലതുമുണ്ടെന്ന് നിന്നോട് പറഞ്ഞിരുന്നു നബിമാര്. അത് നീ പഠിച്ചില്ല. അതിന് സമയം ചെലവാക്കാൻ എൻ്റെ കയ്യിൽ സമയമില്ലെന്ന് നീ പറഞ്ഞു, എനിക്ക് ബിസിയാണെന്ന് നീ പറഞ്ഞു.
വലം തുഹീതു ബിഹാ ഇൽമാ, അതിനെക്കുറിച്ചുള്ള അറിവ് നീ സൂക്ഷ്മമാക്കിയതുമില്ല. അടുത്ത ചോദ്യം, മാദാ കുന്തും തഅമലൂൻ, നിങ്ങൾ എന്തായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? 3 ചോദ്യമായി, 3 കാര്യങ്ങളാ പറഞ്ഞു. ഒന്ന്, എൻ്റെ ആയത്തിനെ നിങ്ങൾ കളവാക്കി. 2, സൂക്ഷ്മമായി പഠിക്കാനാ പറഞ്ഞത്, നിങ്ങൾ പഠിച്ചില്ല. 3, നിങ്ങൾ എന്താടോ അമൽ ചെയ്തത്? നിങ്ങൾ എന്താ പ്രവർത്തിച്ചത്? എന്തിനാണ് ഞങ്ങളെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അമൽ ചെയ്ത് വിജയികളായി തിരിച്ചു വരാനല്ലേ. നിങ്ങൾ അമൽ ചെയ്തോ? എന്താ നിങ്ങളവിടെ പോയിട്ട് പണിയെടുത്തത്?